+1 അക്കൗണ്ടൻസി ഇംപ്രൂവ്മെൻറ്റ് എക്സാമിനേഷൻ സ്പെഷ്യൽ കോച്ചിങ് ക്ലാസ്സിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും സ്വാഗതം. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ റെക്കോർഡിംഗ് ട്രാൻസാക്ഷൻസ് എന്ന ചാപ്റ്റർ നമ്പർ 3 മുൻ വർഷങ്ങളിലെ പരീക്ഷകളിൽ ചോദിച്ച ക്വസ്റ്റ്യൻസിനെ പരിചയപ്പെടുകയാണ്. അഖിൽ ഹാസ് ദ ഫോളോയിങ് ട്രാൻസാക്ഷൻസ്. 4 ട്രാൻസാക്ഷൻസ് തന്നിട്ടുണ്ട്. ആ ട്രാൻസാക്ഷൻസ് വെച്ചിട്ട് നമ്മളോട് അക്കൗണ്ടിങ് ഇക്വേഷൻ പ്രൂവ് ചെയ്യാനാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. അസറ്റ്സ് ഈക്വൽ ടു ലാബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ. 3 മാർക്കിനാണ് ഈ ക്വസ്റ്റ്യൻ. 2019 മാർച്ചിൽ ചോദിച്ച ക്വസ്റ്റ്യനാണ്. ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ മിക്കവാറും എല്ലാ എക്സാമിനേഷനുകളിലും വരാറുണ്ട്. അതുകൊണ്ട് ഇതിൻ്റെ ലോജിക്ക് കൃത്യമായി മനസ്സിലാക്കി പോകാൻ നമുക്കത് എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് നോക്കാം. ആദ്യമായിട്ട് സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ₹5 lakh. ആദ്യത്തെ ട്രാൻസാക്ഷൻ. ഇതിൽ ബിസിനസ്സിലുണ്ടായ എഫക്റ്റ് എന്താണ്? ഇതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മുടെ അക്കൗണ്ടിങ് ഇക്വേഷൻ ഇവിടെ ഉണ്ട്. അസറ്റ്സ് ഈക്വൽ ടു ലാബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ. അപ്പോൾ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്ത് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഇതുപോലെയുള്ള ഒരു ഫോർമാറ്റ് വരച്ചു വെച്ചാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. ട്രാൻസാക്ഷൻസൊക്കെ ഒന്ന് മനസ്സിലാക്കിയതിന് ശേഷം ഓക്കെ. അപ്പോൾ ഇവിടെ നമ്മുടെ ബിസിനസ്സിൽ 5 ലക്ഷം രൂപ ക്യാഷ് വന്നു, ക്യാഷ് ഇൻക്രീസ് ചെയ്തു. ദെൻ അതിൻ്റെ ലാബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ സൈഡിലുണ്ടായ മാറ്റം, നമുക്ക് 5 ലക്ഷം രൂപയുടെ ക്ലെയിം അഥവാ ബിസിനസ്സിന് 5 ലക്ഷം രൂപ ക്യാപിറ്റൽ എന്ന രീതിയിലുള്ള ബാധ്യതയുണ്ടായി. 5 ലക്ഷം രൂപ ക്യാഷ് വന്നു, അതേസമയം 5 ലക്ഷം രൂപ ക്യാപിറ്റൽ. ദെൻ രണ്ടാമത്തെ ട്രാൻസാക്ഷനാണ് പർച്ചേസ്ഡ് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ് ₹40,000. 40 രൂപയുടെ സാധനങ്ങൾ കടത്തിന് വാങ്ങിച്ചു. ദെൻ അങ്ങനെ സംഭവിക്കുമ്പോൾ നമ്മുടെ ബിസിനസ്സിലേക്ക് 40,000 രൂപയുടെ സ്റ്റോക്ക് വന്നു. സ്റ്റോക്ക് ഇൻക്രീസ് ചെയ്തു 40,000 രൂപ. അതേസമയം ഇത് വാങ്ങിയത് കടത്തിനാണ്. അപ്പോൾ 40,000 രൂപ നമ്മൾ ക്യാഷ് ആർക്കോ കൊടുക്കാനുണ്ട്, അഥവാ ക്രെഡിറ്റേഴ്സ് ഇൻക്രീസ് ചെയ്തു. 40,000 രൂപ ക്രെഡിറ്റേഴ്സ് ഉണ്ടായി. അപ്പോൾ പുതിയ ഇക്വേഷൻ എന്തായി മാറി? 5 lakh പ്ലസ് 40,000 ഈക്വൽ ടു 40,000 പ്ലസ് 5 lakh ക്യാപിറ്റൽ. ദെൻ മൂന്നാമത്തെ ട്രാൻസാക്ഷനാണ് സോൾഡ് ഗുഡ്സ് കോസ്റ്റിംഗ് ₹27,000 ഓൺ ക്രെഡിറ്റ് ഫോർ ₹30,000. 27,000 രൂപ വില വരുന്ന ഗുഡ്സ് സ്റ്റോക്ക് നമ്മൾ കടത്തിന് ഏതോ ഒരു പാർട്ടിക്ക് കടമായി വിറ്റു. എത്ര രൂപക്കാണ് വിറ്റത്? 30,000 രൂപക്കാണ് വിറ്റത്. അഥവാ 27,000 രൂപയുടെ സാധനങ്ങൾ 30,000 രൂപക്ക് വിറ്റ 3,000 രൂപ പ്രോഫിറ്റാണ്. നമ്മളിതെങ്ങനെയാണ് അക്കൗണ്ടിങ് ഇക്വേഷൻ അതിൽ പ്രസൻറ്റ് ചെയ്ത് നോക്കാം. അഥവാ സോൾഡ് ഗുഡ്സ് സ്റ്റോക്കിൽ 27,000 രൂപ കുറവ് വന്നു. അതേസമയം നമ്മളിത് വിറ്റപ്പോൾ നമുക്ക് ഡെപ്റ്റേഴ്സ് ഉണ്ടായി. കടത്തിനാണ് വിറ്റത്. എത്ര രൂപയുടെ ഡെപ്റ്റേഴ്സാണ്? 30,000 രൂപയുടെ ഡെപ്റ്റേഴ്സ് ഉണ്ടായി. ദെൻ ഇതിൽ 3,000 രൂപ നമുക്ക് പ്രോഫിറ്റ് ഉണ്ട്. പ്രോഫിറ്റ് ഈസ് ആൾവേസ് വിത്ത് ക്യാപിറ്റൽ അല്ലേ? ക്യാപിറ്റലിനോട് കൂടി ആഡ് ചെയ്യണം. 3,000 രൂപ അവിടെ ആഡ് ചെയ്തു. അപ്പോൾ അക്കൗണ്ടിങ് ഇക്വേഷൻ, പുതിയ ഇക്വേഷൻ 5 lakh ക്യാഷ് പ്ലസ് 13,000 സ്റ്റോക്ക്. എങ്ങനെയാണ് 13,000? 40,000 ഉണ്ടായിരുന്നു. അതിൽ നിന്ന് 27,000 രൂപയുടെ സ്റ്റോക്ക് നമ്മൾ സെയിൽ നടത്തി. അപ്പോൾ ബാക്കി 13,000 രൂപ. ദെൻ മറ്റൊരു അസറ്റ് ഉണ്ട് പുതുതായിട്ട്, ഡെപ്റ്റേഴ്സ് 30,000 രൂപ. ദെൻ ക്രെഡിറ്റേഴ്സ് 40,000 രൂപ പ്ലസ് 5,03,000 5 ലക്ഷം പ്ലസ് 3,000 പ്രോഫിറ്റ് 5,03,000 രൂപ. ദെൻ നെക്സ്റ്റ് ട്രാൻസാക്ഷനാണ് ബാങ്ക് ലോൺ റിസീവ്ഡ് ₹80,000. ബാങ്ക് ലോൺ റിസീവ് ചെയ്യുക നമ്മുടെ സ്ഥാപനം അഥവാ നമ്മുടെ അഖിലിൻ്റെ സ്ഥാപനം 80,000 രൂപ ബാങ്ക് ലോൺ എടുത്തു. അഥവാ ബിസിനസ്സിലേക്ക് 80,000 രൂപ വന്നു. അതേസമയം ബിസിനസ്സിനൊരു ലാബിലിറ്റി ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. ബാങ്കിന് 80,000 രൂപ കൊടുക്കാനുണ്ട്. അപ്പോൾ നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്നത് ബാങ്ക് ലോൺ ക്യാഷിൻ്റെ കൂടെ 80,000 രൂപ പ്ലസ് അസറ്റ് കൂടി. അതേസമയം ലാബിലിറ്റി സെക്ഷനിൽ 80,000 രൂപ ലോൺ 80,000 രൂപ ലോൺ ഇൻക്രീസ് ചെയ്തു അല്ലേ? അപ്പോൾ ന്യൂ ഇക്വേഷൻ എന്താണ്? 5,80,000 ക്യാഷ് പ്ലസ് 13,000 സ്റ്റോക്ക് പ്ലസ് 30,000 ഡെപ്റ്റേഴ്സ് ഈക്വൽ ടു 40,000 ക്രെഡിറ്റേഴ്സ് പ്ലസ് 80,000 ബാങ്ക് ലോൺ പ്ലസ് 5,03,000 ക്യാപിറ്റൽ. അപ്പോൾ അക്കൗണ്ടിങ് ഇക്വേഷൻ ഈക്വൽ ടു
6,23,000 ഈക്വൽ ടു 6,23,000. ഈ രീതിയിലാണ് നമ്മൾ ഇത്തരം ക്വസ്റ്റ്യൻസിനെ അറ്റൻഡ് ചെയ്യേണ്ടത്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. പ്രിപ്പയർ മിനർവ ട്രേഡേഴ്സ് അക്കൗണ്ട് ഫ്രം ദ ഫോളോയിങ് ഇൻഫർമേഷൻ ഫോർ ദ മന്ത് ഓഫ് ഡിസംബർ 2017. മിനർവ ട്രേഡേഴ്സ് അക്കൗണ്ട് തയ്യാറാക്കാൻ ഇവിടെ മിനർവ ട്രേഡേഴ്സുമായുള്ള നമ്മുടെ ബിസിനസ് സ്ഥാപനത്തിൻ്റെ കുറേ ട്രാൻസാക്ഷൻസ് നൽകിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓരോ ട്രാൻസാക്ഷൻ മിനർവ ട്രേഡേഴ്സ് അക്കൗണ്ടാണ് തയ്യാറാക്കേണ്ടത്. ഓക്കെ, മിനർവ ട്രേഡേഴ്സ് അക്കൗണ്ട് നോക്കുക. പർച്ചേസ്ഡ് ഗുഡ്സ് ഫ്രം മിനർവ ട്രേഡേഴ്സ് ₹50,000. നമ്മളൊരു അക്കൗണ്ട് തയ്യാറാക്കാൻ നമ്മളോട് എക്സാമിനേഷനിൽ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ ഈ ട്രാൻസാക്ഷൻ ആദ്യം അനലൈസ് ചെയ്യാം. ഇവിടുത്തെ ജേണൽ എൻട്രി എന്താണ്? പർച്ചേസസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു മിനർവ ട്രേഡേഴ്സ് അക്കൗണ്ടാണ് ജേണൽ എൻട്രി അല്ലേ. മിനർവയെന്ന് നമ്മൾ കടത്തിനാണ് വാങ്ങിച്ചത്. പർച്ചേസസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു മിനർവ ട്രേഡേഴ്സ് അഥവാ മിനർവ ട്രേഡേഴ്സ് അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ ജേണൽ എൻട്രി നമ്മൾ പോസ്റ്റ് ചെയ്യുമ്പോൾ December 1 ബൈ പർച്ചേസസ് അക്കൗണ്ട് 50,000. ദെൻ സെക്കൻഡ് ട്രാൻസാക്ഷൻ പെയ്ഡ് ₹40,000 ടു മിനർവ ട്രേഡേഴ്സ് December 5 മിനർവ ട്രേഡേഴ്സിന് 40,000 രൂപ പേയ്മെൻറ്റ് കൊടുത്തു. ജേണൽ എൻട്രി നമുക്കറിയാം. മിനർവ ട്രേഡേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് അക്കൗണ്ട്. അപ്പോൾ മിനർവ ട്രേഡേഴ്സ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യുക ടു ക്യാഷ് അക്കൗണ്ട്. മിനർവ ട്രേഡേഴ്സിൽ December 5 ടു ക്യാഷ് 40,000 രൂപ. ദെൻ മൂന്നാമത്തെ ട്രാൻസാക്ഷൻ December 10 സോൾഡ് ഗുഡ്സ് ടു മിനർവ ട്രേഡേഴ്സ് ₹70,000. മിനർവ ട്രേഡേഴ്സിന് 70,000 രൂപയുടെ സാധനങ്ങൾ വിറ്റു. അഥവാ ഇതെല്ലാം ക്രെഡിറ്റ് ട്രാൻസാക്ഷനാണ്. അപ്പോൾ ജേണൽ എൻട്രി മിനർവ ട്രേഡേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റർ ടു സെയിൽസ്. മിനർവ ട്രേഡേഴ്സ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യണം ടു സെയിൽസ് December 10 ടു സെയിൽസ് 70,000 രൂപ. ദെൻ നെക്സ്റ്റ് ട്രാൻസാക്ഷൻ പർച്ചേസ്ഡ് ഫർണിച്ചർ ഫ്രം മിനർവ ട്രേഡേഴ്സ്. ഫർണിച്ചറാണ് വാങ്ങിച്ചത്. അപ്പോൾ ജേണൽ എൻട്രി ഫർണിച്ചർ അക്കൗണ്ട് ഡെപ്റ്റർ ടു മിനർവ ട്രേഡേഴ്സ്. ടു മിനർവ ട്രേഡേഴ്സ് എന്ന് പറഞ്ഞാൽ മിനർവ ട്രേഡേഴ്സ് അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ ബൈ ഫർണിച്ചർ 26,000. ദെൻ അടുത്ത ട്രാൻസാക്ഷൻ പർച്ചേസ്ഡ് ഗുഡ്സ് ഫ്രം മിനർവ ട്രേഡേഴ്സ് ₹75,000. മിനർവ ട്രേഡേഴ്സിൽ നിന്ന് ഗുഡ്സ് വാങ്ങിച്ചു 75,000 രൂപയുടെ. ജേണൽ എൻട്രി പർച്ചേസസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു മിനർവ ട്രേഡേഴ്സ്. മിനർവ ട്രേഡേഴ്സ് അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യണം ബൈ പർച്ചേസസ്. ഇവിടെ കാണാൻ December 20 ബൈ പർച്ചേസസ് 75,000 രൂപ. ദെൻ ലാസ്റ്റ് ട്രാൻസാക്ഷൻ പെയ്ഡ് ₹1 lakh ടു മിനർവ ട്രേഡേഴ്സ്. മിനർവ ട്രേഡേഴ്സിന് ₹1 lakh കൊടുത്തു. മിനർവ ട്രേഡേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് ₹1 lakh. ഇവിടെ നമുക്ക് ഇത്രയും എൻട്രീസ് നടത്തിയതിന് ശേഷം ഈ അക്കൗണ്ടിനെ ബാലൻസ് ചെയ്യണം. ബാലൻസ് ചെയ്യുമ്പോൾ നമുക്ക് ആദ്യം ഇവിടെ ഏത് സൈഡാണ് കൂടുതൽ നോക്കുക, ബാലൻസ് ചെയ്യാൻ അറിയാമല്ലോ. ദെൻ ഇവിടെ 2,10,000 ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്തു. ബാലൻസ് ക്യാരി ഡൗൺ 59,000 രൂപ. അഥവാ ഈ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് ബാലൻസ് ആണ്. ഈ ക്രെഡിറ്റ് ബാലൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്ഥാപനം മിനർവ ട്രേഡേഴ്സിന് 59,000 രൂപ ക്രെഡിറ്റ് ബാലൻസ് അല്ലേ, 59,000 രൂപ കൊടുക്കാനുണ്ട്. അഥവാ ലാബിലിറ്റിയാണ് ഈ ഇത്രയും ട്രാൻസാക്ഷൻസ് പൂർത്തിയാകുമ്പോൾ. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ ഗിവ് നരേഷൻസ് ഫോർ ദ ഫോളോയിങ് ജേണൽ എൻട്രീസ്. നരേഷൻസ് എഴുതാനാണ്. ഇത്തരം ക്വസ്റ്റ്യൻസ് കാണും എക്സാമിനേഷനിൽ. ഇവിടെ ജേണൽ എൻട്രി ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെപ്റ്റർ ടു പർച്ചേസസ് അക്കൗണ്ട്. ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെപ്റ്റർ ടു പർച്ചേസ് എന്താണ്? നമുക്ക് ഡ്രോയിങ്സ് ആണ്. അഥവാ വിഡ്രോ ക്യാഷ് ഓർ ഗുഡ്സ്. ക്യാഷ് വിഡ്രോ ചെയ്താൽ ഡ്രോയിങ്സ് അക്കൗണ്ട് അപ്പ് ടു ക്യാഷ് ആണ്. അപ്പോൾ ഇവിടെ എന്തായിരിക്കും? ഗുഡ്സ് ആണ് വിഡ്രോ ചെയ്തത്. അപ്പോൾ നരേഷൻ ഗുഡ്സ് വിഡ്രോൺ ഫോർ പേഴ്സണൽ യൂസ്. ദെൻ അടുത്ത ട്രാൻസാക്ഷൻ സ്റ്റോക്ക് ഇൻ ട്രേഡ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാപിറ്റൽ അക്കൗണ്ട്. അഥവാ നമ്മളിവിടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ക്യാഷ് കൊണ്ടുവരുമ്പോൾ ജേണൽ എൻട്രി ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാപിറ്റൽ. ഇവിടെ അതിന് പകരം കൊണ്ടുവന്നത് എന്താണ്? സ്റ്റോക്കാണ്. അഥവാ ബിസിനസ്സിലേക്ക് സ്റ്റോക്ക് കൊണ്ടുവന്നു എന്നാണ് ഈ ട്രാൻസാക്ഷൻ. എന്താ നരേഷൻ എഴുതിയത്? ഇൻട്രൊഡ്യൂസ്ഡ് ഗുഡ്സ് ഇൻ ടു ബിസിനസ്. ഓക്കെ. ദെൻ അടുത്തത് രജിതാസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബാങ്ക് അക്കൗണ്ട്. രജിതാസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബാങ്ക് അക്കൗണ്ട്. ബാങ്ക് അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യുക മീൻസ് ബാങ്ക് ബാലൻസ് കുറയുക അല്ലേ. അപ്പോൾ നമ്മൾ ഇവിടെ രജിതക്ക് ക്യാഷ് കൊടുക്കുന്നതിന് പകരം ചെക്ക് കൊടുത്താലാണ് അത് സംഭവിക്കുക. രജിതക്ക് ക്യാഷ് കൊടുക്കുകയാണെങ്കിൽ ജേണൽ എൻട്രി രജിതാസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് അക്കൗണ്ട്. ഇവിടെ രജിതക്ക് ചെക്ക് കൊടുത്തു, പെയ്ഡ് ചെക്ക് ടു രജിത എന്നാണ് ഇതിൻ്റെ നരേഷൻ എഴുതേണ്ടത്.
ദെൻ സെയിൽസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ട്രേഡിംഗ് അക്കൗണ്ട്, അഥവാ ട്രേഡിംഗ് അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്തു ബൈ സെയിൽസ്, എന്തായിരിക്കും? സെയിൽസ് അക്കൗണ്ടിനെ ക്ലോസ് ചെയ്യാണ്. നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ട് ചെയ്യുമ്പോഴുള്ള ക്ലോസിംഗ് എൻട്രിയാണ് സെയിൽസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ട്രേഡിംഗ് അക്കൗണ്ട് എന്നുള്ളത്. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, ഐഡൻറ്റിഫൈ ദ ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് ആസ്പെക്ട്സ് ഫ്രം ദ ഫോളോയിങ് ട്രാൻസാക്ഷൻസ്. താഴെ തന്നെയുള്ള ട്രാൻസാക്ഷൻസിൽ ഡെബിറ്റ് ആസ്പെക്റ്റും ക്രെഡിറ്റ് ആസ്പെക്റ്റും, ഏത് അക്കൗണ്ട് ഡെബിറ്റ് ഏത് അക്കൗണ്ട് ക്രെഡിറ്റ് എന്ന് പറയാം. ഇവിടെ ആദ്യത്തെ ഇൻഷുറൻസ് പ്രീമിയം പെയ്ഡ് ഇൻ അഡ്വാൻസ്. അപ്പോൾ ഇവിടെ ഡെബിറ്റ് ചെയ്യുന്നത് ഇൻഷുറൻസ് പെയ്ഡ് ഇൻ അഡ്വാൻസ് അക്കൗണ്ട് അല്ലെങ്കിൽ ഇൻഷുറൻസ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യുക, ക്യാഷ് അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യുക. ദെൻ രണ്ടാമത്തത് ഡിസ്കൗണ്ട് അലൗഡ് ടു മിസ്റ്റർ അനന്തു. അനന്തുവിന് ഡിസ്കൗണ്ട് അലോ ചെയ്തു. ഇതിൻ്റെ ജേണൽ എൻട്രി ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് ഒരു എക്സ്പെൻസാണ്, എക്സ്പെൻസ് ഡെബിറ്റ് ചെയ്യും. ഈ ഡിസ്കൗണ്ട് കൊടുക്കുന്നതോടുകൂടി അനന്തു നമുക്ക് തരാനുള്ള എമൗണ്ടിൽ കുറവ് വരും. അഥവാ അനന്തുവിൻ്റെ അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യുക, ഡിസ്കൗണ്ട് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യുക. ഡിസ്കൗണ്ട് അലൗഡ് അക്കൗണ്ട് ഡെബിറ്റ്, അനന്തു അക്കൗണ്ട് ക്രെഡിറ്റ്. ദെൻ ഗുഡ്സ് ടേക്കൺ ഫോർ പേഴ്സണൽ യൂസ്, ഒന്നും നോക്കാനില്ല, ഡ്രോയിങ്സ് ആണ് ഡെബിറ്റ് ചെയ്യുക. ക്യാഷ് അക്കൗണ്ട് അല്ല ക്രെഡിറ്റ് ചെയ്യുന്നത്, ഇവിടെ ഗുഡ്സ് ആണ്. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട ജേണൽ എൻട്രിയാണ്. ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യുക, പർച്ചേസസ് അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യുക. ദെൻ ഡിപ്രീസിയേഷൻ റിട്ടേൺ ഓഫ് മെഷീനറി, ഡിപ്രീസിയേഷൻ റൈറ്റ് ഓഫ് ചെയ്തു. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഈ ജേണൽ എൻട്രി. ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ഡെപ്റ്റർ ടു മെഷീനറി എന്നാണ് ഇതിൻ്റെ ജേണൽ എൻട്രി. അപ്പോൾ ഇതിനെ നമ്മൾ എഴുതേണ്ടത് ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യുക, മെഷീനറി അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യുക. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, started business with cash rupees 85,000 and stock rupees 15,000, sold goods for cash 1,000. ഇങ്ങനെ രണ്ട് ട്രാൻസാക്ഷൻസ് ആണ്. നമ്മളോട് പറഞ്ഞുള്ളത് പ്രൂവ് ദ അക്കൗണ്ടിങ് ഇക്വേഷൻ ഈസ് സാറ്റിസ്ഫൈഡ് ഇൻ ദ അബവ് ട്രാൻസാക്ഷൻസ്. ഈ രണ്ട് ട്രാൻസാക്ഷനിൽ നമ്മൾ അക്കൗണ്ടിങ് ഇക്വേഷൻ പ്രൂവ് ചെയ്യാൻ, അതുകൂടാതെ ഈ രണ്ട് ട്രാൻസാക്ഷൻ്റെയും ജേണൽ എൻട്രീസ് എഴുതാനും 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. എങ്ങനെ ചെയ്ത് നോക്കാം. ഇവിടെ നോക്ക്, സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ് 85,000 ആൻഡ് സ്റ്റോക്ക് റുപ്പീസ് 15,000. അഥവാ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ക്യാഷ് 85,000, സ്റ്റോക്ക് 15,000, ലാബിലിറ്റി 0, ക്യാപിറ്റൽ ടോട്ടൽ 1 lakh. ക്യാഷും സ്റ്റോക്കും ആയിട്ടാണ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത്, അപ്പോൾ ടോട്ടൽ ക്യാപിറ്റൽ 1 lakh ആണ്. ദെൻ നെക്സ്റ്റ് ട്രാൻസാക്ഷൻ, സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ് റുപ്പീസ് 10,000. ഇത് അക്കൗണ്ടിങ് ഇക്വേഷനിൽ എങ്ങനെ പ്രസൻറ്റ് ചെയ്യാമെന്ന് നമ്മൾ നേരത്തെ മനസ്സിലാക്കിയതാണ്. സോൾഡ് ഗുഡ്സ് എന്ന് പറയുമ്പോൾ ഫോർ ക്യാഷ് ആണ്, സ്റ്റോക്കിൽ 10,000 രൂപ കുറവ്, 10,000 രൂപയുടെ സാധനങ്ങൾ വിറ്റു, അതിന് പകരം നമുക്ക് 10,000 രൂപ ക്യാഷും കിട്ടി. അപ്പോൾ ക്യാഷ് ഇൻക്രീസ് 10,000, സ്റ്റോക്ക് ഡിക്രീസ് മൈനസ് 10,000 ഈക്വൽ ടു, ഇവിടെ ലാബിലിറ്റി ഇൻക്രീസോ ക്യാപിറ്റൽ ഇൻക്രീസോ ഡിക്രീസോ ഒന്നുമില്ല. ദെൻ അപ്പോൾ അക്കൗണ്ടിങ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ 95,000 പ്ലസ് 5,000 ഈക്വൽ ടു 1 lakh. ദെൻ ഇതിൻ്റെ ജേണൽ എൻട്രി കൂടി എഴുതാൻ പറഞ്ഞിട്ടുണ്ട് നമ്മളോട്. ആദ്യത്തെ എൻട്രി ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ 85,000, സ്റ്റോക്ക് അക്കൗണ്ട് ഡെപ്റ്റർ 15,000, ടു ക്യാപിറ്റൽ അക്കൗണ്ട് 1 lakh. അഥവാ ക്യാഷും സ്റ്റോക്കും കൊണ്ടുവന്നു ബിസിനസ് ആരംഭിച്ചു, അപ്പോൾ ക്യാപിറ്റൽ 1 lakh. ദെൻ ഇതിൻ്റെ സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ് ജേണൽ എൻട്രി നമുക്കറിയാം, ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു സെയിൽസ് അക്കൗണ്ട് 10,000. then അടുത്ത ക്വസ്റ്റ്യൻ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ട്രാൻസാക്ഷൻസ് റിസൾട്ട് എ ഡിക്രീസ് ഇൻ അസറ്റ് ആൻഡ് ഇൻ ക്യാപിറ്റൽ. താഴെ പറഞ്ഞുള്ളത് അസറ്റും ക്യാപിറ്റലും ഡിക്രീസ് ചെയ്യുന്ന ട്രാൻസാക്ഷൻ ഏതാണ്? അപ്പോൾ നമുക്ക് ഓരോ ട്രാൻസാക്ഷനായി നോക്കാം. പർച്ചേസ്ഡ് ഗുഡ്സ് ഫോർ ക്യാഷ്, ഇവിടെ പർച്ചേസ്ഡ് ഗുഡ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്റ്റോക്ക് കൂടും അഥവാ അസറ്റ് കൂടും, ക്യാഷ് കുറയും ചെയ്യും. അപ്പോൾ നമ്മൾ മേലെ പറഞ്ഞ കണ്ടീഷൻ അത് ശരിയല്ല. ഓക്കെ, ദെൻ ക്യാപിറ്റൽ ബ്രോട്ട് ഇൻ ടു ബിസിനസ്, ബിസിനസ്സിലേക്ക് ക്യാപിറ്റൽ കൊണ്ടുവന്നു, അപ്പോഴും ബിസിനസ്സിൻ്റെ അസറ്റ് കൂടും, അപ്പോൾ അസറ്റ് കുറയുന്നതാണ് നമ്മളോട് ചോദിച്ചുള്ളത്. ദെൻ വിഡ്രോ ക്യാഷ് ഫോർ പേഴ്സണൽ യൂസ്, ബിസിനസ്സിൽ നിന്ന് പേഴ്സണൽ യൂസിന് ബിസിനസ്മാൻ ക്യാഷ് വിഡ്രോ ചെയ്തു, അഥവാ ബിസിനസ്സിൻ്റെ ക്യാഷ് കുറഞ്ഞു, അതോടൊപ്പം ബിസിനസ്സിൻ്റെ ക്യാപിറ്റലും കുറഞ്ഞു. അപ്പോൾ നമ്മളിവിടെ ആൻസർ ഏതാണ്? വിഡ്രോ ക്യാഷ് ഫോർ പേഴ്സണൽ യൂസ് ആണ്. ദെൻ ഫ്രം ദ ഗിവൺ പെയേഴ്സ്
ഫൈൻഡ് ദ കറക്റ്റ് വൺ. താഴെ കൊടുത്തുള്ള ABCD 4 കേസിൽ കറക്റ്റ് ഏതാണ്? 1 ഡെബിറ്റ് ഇൻക്രീസ് ഇൻ അസറ്റ്സ്, ഡെബിറ്റ് ഇൻക്രീസ് ഇൻ റവന്യൂ, ക്രെഡിറ്റ് ഇൻക്രീസ് ഇൻ എക്സ്പെൻസസ്, ക്രെഡിറ്റ് ഡിക്രീസ് ഇൻ ലാബിലിറ്റി. കറക്റ്റ് എന്ന് പറഞ്ഞാൽ ഡെബിറ്റ് ഇൻക്രീസ് ഇൻ അസറ്റ്സ് ആണ്. അസറ്റ് ഇൻക്രീസ് ചെയ്താൽ നമ്മൾ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യും. ദെൻ ഇത് തെറ്റാണ്. എന്താ കാര്യം? ഇൻക്രീസ് ഇൻ റവന്യൂ ക്രെഡിറ്റ് ആണ്. നമ്മൾ അക്കൗണ്ടിങ് റൂൾസ് ആണ് നമ്മുടെ മനസ്സിൽ വേണ്ടത്. ദെൻ ക്രെഡിറ്റ് ഇൻക്രീസ് ഇൻ എക്സ്പെൻസ്, ഇത് തെറ്റാണ്. ഇൻക്രീസ് ഇൻ എക്സ്പെൻസ് ഡെബിറ്റ് ആണ്. ദെൻ ഡിക്രീസ് ഇൻ ലാബിലിറ്റി ആൾസോ ഡെബിറ്റ് ആണ്. അപ്പോൾ ഇവിടെ കറക്റ്റ് ആൻസർ ഡെബിറ്റ് ഇൻക്രീസ് ഇൻ അസറ്റ്സ്. ദെൻ ഗുഡ്സ് വിഡ്രോൺ ബൈ ദ പ്രൊപ്രൈറ്റർ ഫോർ പേഴ്സണൽ യൂസ് ആർ ഡെബിറ്റഡ് ടു. ഏത് അക്കൗണ്ടാണ് ഡെബിറ്റ് ചെയ്യുന്നത്? പ്രൊപ്രൈറ്റർ പേഴ്സണൽ യൂസിന് ഗുഡ്സ് എടുത്താൽ ഡ്രോയിങ്സ് അക്കൗണ്ടാണ് ഡെബിറ്റ് ചെയ്യുന്നത്, പർച്ചേസ് അക്കൗണ്ടാണ് ക്രെഡിറ്റ് ചെയ്യുന്നത്. നമ്മളോട് ഡെബിറ്റ് ചെയ്ത അക്കൗണ്ട് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മളുടെ ആൻസർ ഡ്രോയിങ്സ് അക്കൗണ്ട്. ദെൻ വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് ഇൻകറക്റ്റ്? അസറ്റ്സ് ഈക്വൽ ടു ലാബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ, ലാബിലിറ്റീസ് ഈക്വൽ ടു അസറ്റ്സ് മൈനസ് ക്യാപിറ്റൽ, ക്യാപിറ്റൽ ഈക്വൽ ടു അസറ്റ്സ് മൈനസ് ലാബിലിറ്റീസ്, ലാബിലിറ്റീസ് ഈക്വൽ ടു അസറ്റ്സ് പ്ലസ് ക്യാപിറ്റൽ. ഇതിലേതാണ് ആൻസർ? ലാബിലിറ്റീസ് ഈക്വൽ ടു അസറ്റ്സ് പ്ലസ് ക്യാപിറ്റൽ എന്നുള്ള ഈ ഭാഗം ഇത് തെറ്റാണ്. ഡി ഇൻകറക്റ്റാണ്. അതുകൊണ്ട് ഡി ആണ് ഇതിൻ്റെ ആൻസർ. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, അക്കൗണ്ട്സ് ദാറ്റ് നോർമലി ഹാവ് ഡെബിറ്റ് ബാലൻസസ് ആർ. നോർമലി ഡെബിറ്റ് ബാലൻസ് എല്ലായ്പ്പോഴും കാണിക്കുന്ന അക്കൗണ്ടുകൾ ഏതാണ്? എ അസറ്റ്സ്, എക്സ്പെൻസ് ആൻഡ് റവന്യൂസ്. അസറ്റും എക്സ്പെൻസും മിക്കവാറും എല്ലായ്പ്പോഴും ഡെബിറ്റ് ബാലൻസ് ആയിരിക്കും. അതേസമയം റവന്യൂ ക്രെഡിറ്റ് ബാലൻസ് ആണ്. അപ്പോൾ ഇതല്ല ആൻസർ. അസറ്റ്സ്, എക്സ്പെൻസസ് ആൻഡ് ഓണേഴ്സ് ക്യാപിറ്റൽ. ഓണേഴ്സ് ക്യാപിറ്റൽ എല്ലായ്പ്പോഴും ക്രെഡിറ്റ് ബാലൻസ് ആണ് കാണിക്കുക. ദെൻ അസറ്റ്സ്, ലാബിലിറ്റീസ് ആൻഡ് ഓണേഴ്സ് ഡ്രോയിങ്സ്. പക്ഷെ ഇവിടെ ഓണേഴ്സ് ഡ്രോയിങ്സ് ഡെബിറ്റ് ആയിരിക്കും, അസറ്റും ഡെബിറ്റ് ആയിരിക്കും. പക്ഷേ ലാബിലിറ്റി എല്ലായ്പ്പോഴും ക്രെഡിറ്റ് ആയിരിക്കും. അതുകൊണ്ട് ആൻസർ ഇതല്ല. ദെൻ ഡി അസറ്റ്സ്, ഓണേഴ്സ് ഡ്രോയിങ്സ് ആൻഡ് എക്സ്പെൻസസ്. അസറ്റ് എല്ലായ്പ്പോഴും ഡെബിറ്റാണ്, ഓണേഴ്സ് ഡ്രോയിങ്സ് എല്ലായ്പ്പോഴും ഡെബിറ്റാണ്. കാരണം ക്യാപിറ്റൽ കുറയുന്ന ഐറ്റം ഡെബിറ്റ്. ദെൻ എക്സ്പെൻസസ് എല്ലായ്പ്പോഴും ഡെബിറ്റാണ്. അപ്പോൾ ഡി ആണ് ആൻസർ. അസറ്റ്സ്, ഓണേഴ്സ് ഡ്രോയിങ്സ് ആൻഡ് എക്സ്പെൻസസ്. ദെൻ മറ്റു ചില ക്വസ്റ്റ്യൻസ് കൂടി നോക്കാം. ട്രേഡ് ഡിസ്കൗണ്ട് ഈസ് അലൗഡ് ബൈ ഡാഷ്. ട്രേഡ് ഡിസ്കൗണ്ട് കൊടുക്കുന്നത് ആരാണ്? ഒന്നുകിൽ സെല്ലർ അല്ലെങ്കിൽ പ്രൊഡ്യൂസർ, മാനുഫാക്ചറർ. ദെൻ ദ പ്രോസസ് ഓഫ് ട്രാൻസ്ഫറിങ് എൻട്രീസ് ഫ്രം ജേണൽ ടു ലെഡ്ജർ. ജേണലിൽ നിന്നും ലെഡ്ജറിലേക്ക് എൻട്രീസ് ട്രാൻസ്ഫർ ചെയ്യുന്ന ആ പ്രോസസ്സിനെ പറയുന്ന പേര് പോസ്റ്റിംഗ്. ദെൻ ദ സോഴ്സ് ഡോക്യുമെൻറ്റ് ഫോർ പർച്ചേസ് ഈസ്. പർച്ചേസിൻ്റെ സോഴ്സ് ഡോക്യുമെൻ്റ് എന്ന് പറഞ്ഞാൽ ഇൻവോയ്സ് അഥവാ ബില്ലാണ്. ദെൻ സോഴ്സ് ഡോക്യുമെൻറ്റ് യൂസ്ഡ് ഫോർ ഡെപ്പോസിറ്റിംഗ് ക്യാഷ് ഇൻ ടു ബാങ്ക്. ക്യാഷ് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോഴുള്ള സോഴ്സ് ഡോക്യുമെൻ്റ് ആണ് പേ ഇൻ സ്ലിപ്പ്. ദെൻ അസറ്റ് അക്കൗണ്ട് വിൽ യൂഷ്വലി ഷോസ് എ ഡെബിറ്റ് ബാലൻസ്. അസറ്റ് അക്കൗണ്ട് എല്ലായ്പ്പോഴും ഡെബിറ്റ് ബാലൻസ് ആണ് കാണിക്കുന്നത്. ദെൻ സിക്സ്ത്, ഡാഷ് അക്കൗണ്ട്സ് ആർ ക്ലോസ്ഡ് ആൻഡ് ട്രാൻസ്ഫറിങ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഏത് ടൈപ്പ് അക്കൗണ്ട്സ് ആണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ക്ലോസ് ചെയ്ത് ട്രാൻസ്ഫർ ചെയ്യുന്നത്? നമുക്കറിയാം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ റവന്യൂസും എക്സ്പെൻസുമാണ്. അസറ്റ് അക്കൗണ്ടും ലാബിലിറ്റി അക്കൗണ്ടും ക്യാപിറ്റൽ അക്കൗണ്ടും എല്ലാ വർഷവും നമ്മൾ ബാലൻസ് ചെയ്യാണ്. ബാലൻസ് ചെയ്ത് അടുത്ത വർഷത്തേക്ക് ക്യാരി ഫോർവേഡ് ചെയ്യും. അതേസമയം എക്സ്പെൻസ് അക്കൗണ്ടുകൾ നമ്മൾ അടുത്ത വർഷത്തേക്ക് ക്യാരി ഫോർവേഡ് ചെയ്യുന്നില്ല. അതെല്ലാം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ ക്ലോസ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, ദ ഡിഫറൻസ് ബിറ്റ്വീൻ വാട്ട് ഈസ് ഓൺഡ് ആൻഡ് വാട്ട് ഈസ് ഓവ്ഡ് ബൈ എ ബിസിനസ് ഈസ് ക്യാപിറ്റൽ. അതായത് നമ്മൾക്കുള്ളത് എന്താണ്, നമ്മൾ കൊടുക്കാനുള്ളത് എന്താണ്. അതായത് അസറ്റ്സ് മൈനസ് ലാബിലിറ്റീസ് ഈക്വൽ ടു ക്യാപിറ്റൽ. ദെൻ പർച്ചേസ് ഓഫ് മെഷീൻ ഫോർ ക്യാഷ് ഷുഡ് ബി ഡെബിറ്റഡ് ടു ഡാഷ് അക്കൗണ്ട്. മെഷീൻ അക്കൗണ്ട് വാങ്ങിയാൽ ഏത് അക്കൗണ്ടാണ് ഡെബിറ്റ് ചെയ്യേണ്ടത്? പെട്ടെന്ന് പർച്ചേസ് എന്ന് നമ്മുടെ മനസ്സിൽ വരാനുള്ള സാധ്യതയുണ്ട്, തെറ്റിപ്പോവരുത്. ഇവിടെ അസറ്റാണ് വാങ്ങുന്നത്, അതുകൊണ്ട് ആ അസറ്റ് അക്കൗണ്ടാണ് ഡെബിറ്റ് ചെയ്യേണ്ടത്, അഥവാ മെഷീൻ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യുക. ദെൻ ക്യാഷ് വിഡ്രോൺ ബൈ ദ പ്രൊപ്രൈറ്റർ ഷുഡ് ബി ക്രെഡിറ്റഡ് ടു ഡാഷ് അക്കൗണ്ട്. പ്രൊപ്രൈറ്റർ വിഡ്രോ ചെയ്യുന്ന ക്യാഷ് ഏത് അക്കൗണ്ടാണ് ക്രെഡിറ്റ് ചെയ്യുന്നത്?
ഡെബിറ്റ് ചെയ്യുന്നത് പേഴ്സണൽ യൂസിനാണെങ്കിൽ നമുക്കറിയാം ഡ്രോയിങ്സ് അക്കൗണ്ടാണ്, ക്രെഡിറ്റ് ചെയ്യുന്നത് ക്യാഷ് അക്കൗണ്ടാണ്. ഓക്കെ, ഇവിടെ ഈ സ്ഥാനത്ത് ഗുഡ്സ് വിഡ്രോൺ ബൈ ദ പ്രൊപ്പറൈറ്റർ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യുന്ന അക്കൗണ്ട് പർച്ചേസസ് അക്കൗണ്ടാണ്. ഓക്കെ, ഈ ഒരു തരത്തിലുള്ള ക്വസ്റ്റ്യൻസാണ് നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് എക്സാമിനേഷനിൽ എപ്പോഴും വരിക. അഥവാ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് അല്ല, ഇൻഡയറക്റ്റ് ആയിട്ട് നമ്മൾ എന്ത് മനസ്സിലാക്കി എന്നതാണ് ചെക്ക് ചെയ്യപ്പെടുന്നത്. അതുകൊണ്ട് പാഠഭാഗം കൃത്യമായി മനസ്സിലാക്കുക. ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് വളരെ ഈസി ആയിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, താങ്ക് യു.